to all. Today I am going to teach calculation of goodwill. ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ്റെ 3 മെത്തേഡ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് ഞാനിന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു, ഇപ്പം നമ്മൾ പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്യുമ്പോൾ പാരൻറ്റ് കമ്പനി ഒരു എമൗണ്ട് സബ്സിഡറി കമ്പനിക്ക് കൊടുക്കണം. അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് കൊടുക്കുന്ന കാരണം സബ്സിഡറി കമ്പനിയുടെ അസറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആർക്ക് കിട്ടും? പാരൻറ്റ് കമ്പനിക്ക് കിട്ടും. നമുക്ക് നോക്കാം. ഫോർ അക്വയറിങ് ദ ഷെയർസ് ഇൻ സബ്സിഡറി കമ്പനിയുടെ ഷെയർസ് അക്വയർ ചെയ്യാനായിട്ട് പാരൻറ്റ് കമ്പനി ഹാസ് ടു പേ പ്രൈസ് ഫോർ കൺസിഡറേഷൻ. അതിൻ്റെ പ്രൈസ് കൊടുക്കണം. അതിനെ പറയുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദി പാരൻറ്റ് കമ്പനി ഇൻ ദ സബ്സിഡറി കമ്പനി. പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വെൻ എ പാരൻറ്റ് കമ്പനി അക്വേഴ്സ് ദ ഷെയർസ് ഇൻ ദ സബ്സിഡറി കമ്പനി, പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോൾ ദ പാരൻറ്റ് കമ്പനി വിൽ ബി എൻറ്റൈറ്റിൽഡ് ടു എ പോർഷൻ ഓഫ് ദി നെറ്റ് അസറ്റ്. നെറ്റ് അസറ്റിൻ്റെ ഒരു പോർഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആർക്ക് കിട്ടും? പാരൻറ്റ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയിൽ കിട്ടും. പിന്നെ നമ്മുടെ ഗുഡ്വില്ലിനെ നമ്മൾ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഗുഡ്വിൽ അക്വേർഡ് ഇൻ എ ബിസിനസ് കോമ്പിനേഷൻ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എൻ അസറ്റ് ആൻഡ് ഈസ് ഇനീഷ്യലി മെഷേർഡ് അറ്റ് കോസ്റ്റ്. നമ്മൾ തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കോസ്റ്റായിട്ടാണ് ഇതിനെ മെഷർ ചെയ്യുന്നത്. ആഫ്റ്റർ ഇനീഷ്യൽ റെക്കഗ്നൈസേഷൻ ശേഷം ഇറ്റ് ഈസ് മെഷേർഡ് അറ്റ് കോസ്റ്റ് ലെസ് എനി അക്യുമുലേറ്റഡ് ഇമ്പയർമെൻറ്റ് ലോസസ്. എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അതും കോസ്റ്റുമേയും അത് കുറച്ചിട്ടുള്ള കോസ്റ്റുമേയും നമ്മൾ കാണാം. ഇറ്റ് ഈസ് ട്രീറ്റഡ് ഫോർ ഇമ്പയർമെൻറ്റ് അറ്റ്ലീസ്റ്റ് ആനുവലി. ഇത് ആനുവലായിട്ടെങ്കിലും ചെയ്യണം. ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻറ്റ് AS 36. ഇൻറ്റ് AS 36 അനുസരിച്ച് ഇത് ആനുവലി ആയിട്ടെങ്കിലും ചെയ്യണം. ദ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ വേരീസ് അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻ. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ മാറും. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഫുള്ളി ഷെയർസും, അതായത് പാരൻറ്റ് കമ്പനി ഫുള്ളായിട്ടും സബ്സിഡറി കമ്പനിയെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ 60% ആയിരിക്കും, 70% ആയിരിക്കും, 80% ആയിരിക്കും. അതൊരു പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ എത്ര ഷെയർസ് വാങ്ങണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഗുഡ്വിൽ കാൽക്കുലേഷൻ. ക്ലിയർ ആയില്ലേ? നമുക്ക് ഫസ്റ്റ് മെത്തേഡിന് നോക്കാം. ഫസ്റ്റ് മെത്തേഡിൽ പറയുന്നത് വെൻ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് ആൻഡ് നെറ്റ് അസറ്റ് അക്വേർഡ് ആർ ഗീവൺ ആൻഡ് 100% ഷെയർസ് ആർ അക്വേർഡ് ബൈ ദി അക്വയറർ. അതായത് പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ 100% ഷെയർസ് വാങ്ങി. അതായത് ഇപ്പം ഫുൾ ഷെയർസ് സബ്സിഡറി കമ്പനിയുടെ ഫുൾ ഷെയർസ് വാങ്ങുമ്പോൾ നമ്മൾ ഇന്നാൾ പറഞ്ഞില്ലേ, ഇത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം 60% വാങ്ങിയുള്ളൂ എങ്കിൽ 40% ആരുടെ ആയിരിക്കും? മൈനോറിറ്റി ഇൻട്രസ്റ്റിൻ്റെ ആയിരിക്കും. ഇവിടെ 100% വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആസ്പെക്റ്റ് ഇവിടെ വരണില്ല. അപ്പോൾ നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് വെൻ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് ആൻഡ് നെറ്റ് അസറ്റ് അക്വേർഡ് ആർ ഗീവൺ ആൻഡ് 100% ഷെയർസ് ആർ അക്വേർഡ് ബൈ ദി അക്വയറർ. 100% ഷെയർസും ആര് വാങ്ങുന്നുണ്ട്? പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ 100% ഷെയർസും പാരൻറ്റ് കമ്പനി വാങ്ങുന്നുണ്ട്. ഇൻ ദിസ് സിറ്റുവേഷൻ 100% ഷെയർസ് ആർ അക്വേർഡ്. ഫുൾ ഷെയർസും വാങ്ങണ്ട ആരുടെ? സബ്സിഡറി കമ്പനിയുടെ. ഹെൻസ് ദർ ഈസ് നോ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൽ വരുന്നില്ല. ഫുൾ അതോറിറ്റി, ഫുൾ പവറും ആരുടെ കയ്യിലാണ്? നമ്മുടെ പാരൻറ്റ് കമ്പനിയുടെ കയ്യിലാണ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഓർ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് ഇതിൽ വന്നില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക? ഗുഡ്വിൽ ഈസ് കാൽക്കുലേറ്റ് യൂസിങ് ദ ഫോളോയിങ് ഫോർമുല. നമുക്ക് ഫോർമുല നോക്കാം. ഗുഡ്വിൽ ഈക്വൽ ടു കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് നെറ്റ് അസറ്റ് അക്വേർഡ് അറ്റ് അക്വിസിഷൻ. കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് എത്രയെന്ന് വെച്ചാൽ ആ എമൗണ്ട് എഴുതി, അതിൽ നിന്ന് നെറ്റ് അസറ്റ് അക്വേർഡ് അറ്റ് അക്വിസിഷൻ ആ എമൗണ്ട് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഗുഡ്വിൽ കണ്ടുപിടിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ മെത്തേഡ് അനുസരിച്ച് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നുകൂടി പറയാം. ഗുഡ്വിൽ ഈക്വൽ ടു കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് നെറ്റ് അസറ്റ് അക്വേർഡ് അറ്റ് അക്വിസിഷൻ. അക്വിസിഷൻ്റെ സമയത്ത് നെറ്റ് അസറ്റിൻ്റെ ആ എമൗണ്ട് കുറച്ച്, ആ എമൗണ്ട് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡിൽ നിന്ന് കുറച്ച് കിട്ടുന്ന എമൗണ്ടാണ് ഗുഡ്വിൽ. നമുക്കൊരു പ്രോബ്ലം നോക്കാം, അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും.
എക്സ് ലിമിറ്റഡ് അക്വേർഡ് 100% ഷെയർസ്. പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ സിറ്റുവേഷൻ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് എത്ര ഷെയർസാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കണം. 100% ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ് വിച്ച് ഹാസ് 40,000 ഷെയർസ് ഓഫ് 10 ഈച്ച് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ₹12. The net asset and liabilities of Y Limited are asset 5 lakhs liability 1 lakh respectively. Calculate goodwill. അപ്പോൾ ഈ കണക്കിൽ ഗുഡ്വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ 40,000 ഷെയർസാണ് വാങ്ങിയേക്കുന്നത്. അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 10 രൂപയുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങിയത് 12 രൂപയ്ക്കാണ്. 12 രൂപയ്ക്കാണ് വാങ്ങിയത്. 40,000 ഷെയർസ് 12 റുപ്പീസിന്. അപ്പം നമ്മുടെ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് എന്ന് പറയുമ്പോൾ 40,000 ഷെയർസ് 12 റുപ്പീസിനാണ് വാങ്ങിയേക്കുന്നത്. അപ്പം നമ്മുടെ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞു. കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സാധനം വാങ്ങാനായിട്ട് എത്ര രൂപ സ്പെൻഡ് ചെയ്തു, അതാണ് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ്. അപ്പോൾ 40,000 ഷെയർസ് നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങിയ 12 രൂപയ്ക്ക് നമ്മൾ വാങ്ങി. പിന്നെ നോക്കിയാൽ ദ നെറ്റ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് വൈ ലിമിറ്റഡ് ആർ. അസറ്റും ലൈബിലിറ്റിയും തന്നിട്ടുണ്ട്. നമ്മൾ നെറ്റ് അസറ്റ് അക്വേർഡ് എന്ന് പറയുമ്പോൾ നെറ്റ് അസറ്റ് അക്വേർഡ് നമ്മൾ കണ്ടുപിടിക്കണം. ആ എമൗണ്ടാണ് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് നെറ്റ് അസറ്റ് അക്വേർഡ്. അപ്പോൾ ഈ നെറ്റ് അസറ്റ് അക്വേർഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് അസറ്റ് അക്വേർഡ് എന്ന് പറയുമ്പോൾ അസറ്റിൽ നിന്ന് ലൈബിലിറ്റി എമൗണ്ട് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് നെറ്റ് അസറ്റ് അക്വേർഡ് കിട്ടുക. അപ്പം നെറ്റ് അസറ്റ് അക്വേർഡ് ഈക്വൽ ടു അസറ്റ് അക്വേർഡ് മൈനസ് ലൈബിലിറ്റീസ് അസ്യൂംഡ്. എത്രയും നമ്മുടെ അസറ്റ് വേണത്? അസറ്റ് 5 lakh, ലൈബിലിറ്റി 1 lakh. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് അസറ്റ് അക്വേർഡ് കിട്ടും. അപ്പോൾ അസറ്റ് മൈനസ് ലൈബിലിറ്റീസ് 5 lakh മൈനസ് 1 lakh എന്ന് പറയുമ്പോൾ നമുക്ക് 4 lakh കിട്ടും. അങ്ങനെ നമ്മുടെ നെറ്റ് അസറ്റ് അക്വേർഡ് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ എന്തും കൂടിയും കാൽക്കുലേറ്റ് ചെയ്തു? കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡും കൂടിയും കാൽക്കുലേറ്റ് ചെയ്തു. കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഷെയർസാണ് വാങ്ങിയത്, അതിന് അയാൾ എത്രയാണോ പ്രൈസ് പേയ്മെൻറ്റ് നടത്തിയത് അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് കിട്ടും. മൈനസ് ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ നെറ്റ് അസറ്റ് അക്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസറ്റ് അക്വേർഡ് മൈനസ് ലൈബിലിറ്റീസ് അസ്യൂംഡ്. അസറ്റിൽ നിന്ന് ലൈബിലിറ്റി കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ നെറ്റ് അസറ്റ് അക്വേർഡ്. ശ്രദ്ധിക്കണം കേട്ടോ, നെറ്റ് അസറ്റ് അക്വേർഡ് മൈനസ് ലൈബിലിറ്റീസ് അസ്യൂംഡ്. അസറ്റിൽ നിന്ന് ലൈബിലിറ്റി കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് അസറ്റ് അക്വേർഡ് കിട്ടാം. ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എമൗണ്ട് വരാം? 40,000 × 12, അതായത് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് നമ്മൾ നെറ്റ് അസറ്റ് കണ്ടുപിടിച്ചു 5 lakh മൈനസ് 1 lakh. അപ്പം നമുക്ക് 4 lakh കിട്ടി. അപ്പം നമ്മുടെ എമൗണ്ട് കിട്ടുക 80,000 ആണ്. അപ്പം നമ്മൾ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര ഷെയർസ് വാങ്ങി, അത് എത്ര ഷെയർസ് വാങ്ങി അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ കാൽക്കുലേഷൻ വ്യത്യാസം 3 മെത്തേഡ് വരുന്നുണ്ട്. അപ്പോൾ ഒരു മെത്തേഡും അതിൻ്റെ പ്രോബ്ലമാണ് എന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് മെത്തേഡും അതിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, താങ്ക് യു.